ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഹരിവരാസൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വണ്ണാരക്കര സഭയില് ഇപ്പം സ്വാമി ഭക്തർക്കുള്ള കഞ്ഞിസദ്യ നടക്കുകയാണ്. 2017 ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകൃതമായത്. ഹരിവരാസന കീർത്തനം എഴുതിയ കോന്നാത്ത ജാനകി അമ്മയുടെ സ്മരണാർത്ഥം സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി പ്രകൃതിക്ക്, സഹജീവികൾക്ക്, മനുഷ്യർക്ക്, ഈ 3 തത്വങ്ങൾ ഉൾക്കൊണ്ടാണ് ഹരിവരാസന ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മാനവസേവ ഉപരി നമുക്ക് സഹജീവി പ്രേമം, പ്രകൃതിയെ സ്നേഹിക്കുക, ഇത്തരം കൺസെപ്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിക്കാണ് ആദ്യം കാനനവാസൻ അയ്യപ്പസ്വാമി പ്രകൃതിച്ചെന്നാണ്. അതുകൊണ്ട് പ്രകൃതിക്ക്, സഹജീവികൾക്ക്, മനുഷ്യർ. ഇതിനകത്ത് ജാതിമത രാഷ്ട്രീയങ്ങളൊന്നും ഇതേവരെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഓരോ സംഘടനക്കാരും ഓരോ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ആൾക്കാർ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ അമ്മൂമ്മയാണ് ഹരിവരാസന കീർത്തനം എഴുതിയത്, കോന്നാത്ത ജാനകി അമ്മ. അമ്മൂമ്മ എഴുതി വെച്ചേക്കുന്ന പോലെ ഹരിവരാസനം വിശ്വമോഹനമാണെങ്കിൽ എല്ലാവരും ഉണ്ടാകും. കാരണം വിശ്വമോഹനമാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ചെറിയ ദീപം തെളിയിച്ചു കൊടുക്കുകയും പിന്നെ അന്നദാനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അന്നം കഴിക്കുന്നവർക്ക് അവർക്ക് സ്വയം പര്യാപ്തതയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. കാരണം എല്ലാ സൃഷ്ടിയും ഭഗവാന്റെ സൃഷ്ടികളാണ്. കൈകളിലോനും കാലില്ലാത്തവരും ഒക്കെ ജീവിക്കുന്ന ഭഗവാനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത്തരം സൃഷ്ടി തന്നു, കഴിവുകൾ തന്നു. അപ്പൊ അത് നമ്മൾ കൂടുതൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പൊ കേരളത്തിന്റെ വെളിയിൽ 6-7 സ്റ്റേറ്റുകളിൽ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നു. അതുകൂടാതെ പിന്നെ ഇന്ത്യക്ക് വെളിയിലും 2-3 രാജ്യങ്ങളിൽ ട്രസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ ഇതിന്റെ ഇന്നത്തെ സെക്രട്ടറി വിധയാണ് സെക്രട്ടറി. അതുപോലെ തന്നെ ചേട്ടനാണ് പ്രസിഡന്റ്. ശിവകുമാരേട്ടൻ നമ്മളെ ഇതിന്റെ ട്രസ്റ്റിന്റെ കൊട്ടാരക്കര പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഓരോരുത്തരും ഓരോരാൾ കഴിയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ാണ് നമ്മുടെ ട്രസ്റ്റിന്റെ ട്രഷറർ. മാത്രമല്ല നമുക്ക് പേരിന് വേണ്ടിയിട്ട് മാത്രം ഓരോ ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നുള്ളൂ എങ്കിലും പ്രവർത്തനം എല്ലാവരും കൂടെ ചേർന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നത് മറ്റതൊന്നുമില്ല. നമ്മളെ മാറിയിട്ട് കഴിഞ്ഞാൽ സ്വാമിയാണ് എല്ലാവരും. അതേപോലെയാണ് ഹരിവരാസനത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാമിയാണ്, എല്ലാവരും സ്വാമിയാണ്, എല്ലാവരെയും ഒരേപോലെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ട്രസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ വിഭിന്നമായിട്ട് പ്രവർത്തിക്കുകയും സ്ത്രീ ശാക്തികളെ മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ട്രസ്റ്റിന്റെ കേന്ദ്ര തിരുവനന്തപുരമാണ് ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എറണാകുളത്ത് ഇപ്പം അടുത്ത യൂണിറ്റ് ചെയ്യാൻ പോകുന്ന കൊല്ലം സമിതിയാണ് പിന്നെ 51 വയസ്സ് കഴിഞ്ഞ അമ്മ മാളികപ്പുറങ്ങളെ ശബരിമല ദർശനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അയ്യപ്പ ദർശനം എന്ന് പേരിട്ട് അതിന്റെ പ്രസിഡന്റ് അശോക് വാളത്തുങ്കൽ, സെക്രട്ടറി രതീഷ് മയ്യനാട്, അവരൊക്കെയാണ് അതിന്റെ അത് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ഇപ്പൊ കോട്ടയത്ത് തുടങ്ങിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രനാണ് അതിന്റെ പ്രസിഡന്റ്. ഓരോ സ്ഥലത്തും സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കൂടുതലായിട്ട് നമുക്ക് ഹരിവരാസന ചാരിറ്റബിൾ ട്രസ്റ്റിലെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം അവർക്കൊരു 51 വയസ്സ് കഴിഞ്ഞിട്ട് ശബരിമല ദർശനം നടത്താൻ പറ്റും. അതിനു മുമ്പായിട്ട് അവർക്ക് ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെ മുന്നിൽ അവരുടെ ഈ പ്രവർത്തനങ്ങളാണ് ഭഗവാൻ കാണുന്നത്. മലയുടെ മുകളിൽ നിന്ന് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ആരോഗ്യവും ആയുസ്സും സമ്പദ്സമൃദ്ധി ഐശ്വര്യവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ ശരണമയ്യപ്പ.